ഇതിനകത്തെന്താ സദ്യ വല്ലതും വിളമ്പുന്നുണ്ടോ? എല്ലാരും കൂട്ടം കൂടി നിൽക്കാൻ. എല്ലാം കടന്നു പോയേ. പോയി പുറത്തെല്ലാം ഒക്കെ ശരിയായി ഒന്ന് നോക്കപ്പോ. നിന്നോടെന്താ പ്രത്യേകിച്ച് പറയണോ? പോ, നിന്നെ അഖിലേച്ച് തിരക്കുന്നുണ്ട്. പോകാൻ. നിന്റെ ചേച്ചി ആരും പിടിച്ചോണ്ട് പോവൊന്നുമില്ല. പോടാ വെളിയില്. വാതിലടക്കി. എന്ത് പറ്റി മാഡം? നിശ്ചയം നടക്കാൻ ഇനി അധിക സമയമൊന്നും ഇല്ലല്ലോ. എന്നിട്ടും എന്താ മാഡത്തിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തേ? ആന്റി എന്തിനാ ഇവിടെ കയറി മാഡം എന്നൊക്കെ വിളിക്കുന്നേ? ഇവളീ വീട്ടിലെ എച്ചിൽ പാത്രം കഴുകുന്നുള്ളല്ലേ? അയ്യോ, ആ കഥയൊക്കെ കഴിഞ്ഞു പോയില്ലേ. പണ്ട് ഒരു വിലയും ഇല്ലാത്ത ചെമ്പരത്തി ചെടിയുമായിട്ട് വന്നു കയറിയ പഴയ കല്യാണി അല്ല ഇത്. ഇപ്പോ വർഷം 12 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന രാജീവിന്റെ ഭാര്യയാകാൻ പോകുന്ന മഹാഭാഗ്യവതിയാ ഈ കല്യാണി. മാത്രമല്ല ലക്ഷറി കാറ്, വീട്, സ്വർണം, ബ്രാൻഡ് അംബാസിഡർ പദവി. ഹോ, അങ്ങനെ അങ്ങനെ പറഞ്ഞാ തീരില്ല. അപ്പൊ പിന്നെ മാഡം എന്ന് വിളിച്ചല്ലേ പറ്റൂ. മാഡം, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ചോ, ഒന്നും അറിഞ്ഞൂടാത്ത കൊച്ചു കുഞ്ഞ്. എന്തിനാടി നിന്റെ അഭിനയം എന്നോട്? ഇനി എന്ത് നേടാനാ? ഓ, തന്തയ്ക്കും മോക്കും കണ്ണും കയ്യും കാണിച്ച് ഇത്രയൊന്നും തട്ടിയെടുത്തത് പോരായിരിക്കും. അതോ ഇവിടെ താമ്പിള്ളേരെ അടക്ക എല്ലാരും അങ്ങ് മൊത്തത്തിൽ കിട്ടാത്തതിന്റെ ചൊരുക്കോ? പറയടി, പറയാൻ. ഞാൻ ഇവിടുത്തെ വേറെ ഒരു പാചകക്കാരിയാ മാഡം. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ? ആ സമയത്ത് നീ ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്കുന്നു. നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് പരക്കം പാഞ്ഞ് നടക്കുക കമലയും അനിയൻകുട്ടനും. നീ എന്താ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആത്മഹത്യാ സീക്വൻസ് ആണോ ആളുകളെ ത്രില്ലടിപ്പിച്ചോണ്ട്? നീ കരയാതെ കാര്യം പറ കല്യാണി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാം സംഭവിച്ച് മുഹൂർത്തത്തിന് ഒരുക്കം വരെ കഴിഞ്ഞിട്ട് നിനക്കിപ്പോ എന്താ പ്രശ്നം? നീ എന്തിനാ എല്ലാരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? വലിയ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ കല്യാണം നിശ്ചയൊന്നും വേണ്ട. എനിക്കതിനുള്ള അർഹതയില്ല. അതുകൊണ്ടാ. എന്താ അർഹത? അതാരാ തീരുമാനിക്കണ്ടേ? എന്താ സംഭവം? നീ കാര്യം പറ. എന്നോടൊന്നും ചോദിക്കരുത്. ഇവിടെ അടുക്കളപ്പണി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. അല്ലാതെ എനിക്ക് അതിലും വലിയ മോഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ കിട്ടുന്ന ജീവിതവും വേണ്ട. എനിക്ക് ആർക്കും ഒരു ഭാരമാവാൻ വയ്യ. അതുകൊണ്ടാ. മതി, ആവശ്യമില്ലാത്തൊന്നും പറയണമെന്നില്ല. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ നിശ്ചയം നടത്താനുള്ള ഓട്ടത്തിലെ പാവം ദാസേട്ടൻ. ആ മുഖത്തെ സന്തോഷം നീയായിട്ട് ഓരോന്നിങ്ങനെ കാണിച്ച് നശിപ്പിക്കരുത്. നീ വന്നേ, അവിടെ ചടങ്ങ് തുടങ്ങാൻ സമയമായി. കമോൺ. വേണ്ട, കാല് പിടിക്കാം. വലിയ എന്നെ നിർബന്ധിക്കരുത്. കൈയും കാലും പിടിക്കേണ്ടത് എന്റെ അല്ല, മറ്റു ചിലരുടെയാ. അത് അവസാന നിമിഷത്തിൽ പിടിച്ചിട്ട് കാര്യമില്ല. നിനക്കറിയാലോ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി നടത്തുന്ന നിശ്ചയ. അവിടെ ഹാളിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഒരു നിശ്ചയം മുടങ്ങിയതിന്റെ മാനക്കേട് ഇതുവരെ തീർന്നിട്ടില്ല. മാത്രമല്ല, ഇത് തൃച്ചംബരത്ത് നടക്കുന്ന നിശ്ചയ. അത് നടന്നേ പറ്റൂ. കല്യാണി വാ, വരാൻ. ആളുകൾ അവിടെ നിന്നെ കാത്തിരിക്കുക. അറിയാൻ വലിയ കുഞ്ഞെ,
അഖില മേഡത്തിന്റെ നല്ല മനസ്സാണ് ഈ കല്യാണമെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാരും ഒരുപോലെ അല്ല. ചിലര് വിചാരിക്കുന്നത് ഞാനും എന്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് ഈ കല്യാണത്തിന് ഇറങ്ങിയതാണെന്നാ, ഇവിടുത്തെ സ്വത്ത് തട്ടിയെടുക്കാൻ. ആഹാ, അങ്ങനെ ഇവിടെ കഥകളുണ്ടായോ? ആരാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇളയമയാണോ? ആരായാലും ഈ നിശ്ചയം കല്യാണമൊക്കെ നടക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഈ കല്യാണം വേണ്ട വലിയ കുഞ്ഞെ. ഞാൻ ഈ കാല് പിടിക്കാം. എനിക്ക് ഈ കല്യാണം വേണ്ട. ഞങ്ങളെ വിട്ടേക്ക്. നെറുകേട് കാണിക്കുന്നു. മാഡത്തിനോട് എതിർത്ത് സംസാരിക്കാറാകു നീ. വേണ്ട, ഇനി ഇങ്ങനൊരു മോൾ എനിക്ക് വേണ്ട. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. ദാസേട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നേ? ദാസേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? വിടവളെ. ഇത് കണ്ടില്ലേ എന്താ ഇവള് കാണിക്കുന്നത്? കല്യാണി, നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നേ? എന്താ നിന്റെ പ്രശ്നം? സർ, കല്യാണിക്ക് ഇഷ്ടമുള്ള നിർബന്ധിക്കണ്ട. മോളെ, ഇത് അഖിലാമ്മയുടെ ഉറപ്പിച്ച കല്യാണം. മാഡവും സാറും ഒക്കെ നമുക്ക് ദൈവത്തെ പോലെയാ. എന്റെ മോള കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് മോതിരം രാജുവിന്റെ വിരലിട്ട് കൊടുക്ക. എന്റെ പൊന്നുമോള് ചെല്ല്. എനിക്ക് പറ്റില്ല അച്ഛാ. ഹായ്, ഗുഡ് ഈവനിങ്. ആ, ഇതാര് എപ്പ എത്തി ബാംഗ്ലൂരിന്ന്? വൈകുന്നേരം. നിന്റെ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞു? അങ്ങനെ ഒരുത്തന്റെ ജീവിതം കൂടി ഗോവിന്ദ ഗോവിന്ദ അല്ലേ? ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഇല്ലെങ്കിൽ കല്യാണിയുടെ കല്യാണ നിശ്ചയത്തിന് മുന്നേ എത്തിയേനെ. ആ, അത് വലിയ ഉപകാരമായി. അതുകൊണ്ട് നിശ്ചയം ഗ്രാൻഡ് ആയിട്ട് അങ്ങോട്ട് നടന്നു. എന്ത് അരവിന്ദ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? കല്യാണിയുടെ കല്യാണം കഴിഞ്ഞാലല്ല നമ്മുടെ കല്യാണം നടക്കൂ. അങ്ങനെയുള്ളപ്പോ ഈ കല്യാണം എത്രയും വേഗം നടക്കണമെന്നല്ല ഞാനും ആഗ്രഹിക്കൂ. അതെന്താ നീ ആലോചിക്കാത്ത? കല്യാണിയുടെ കല്യാണം ചിലപ്പോ അങ്ങ് നടക്കും. പക്ഷെ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് എനിക്കിപ്പോഴും സംശയ. അതാണ് പ്രശ്നം. എന്നാലേ അത് പ്രശ്നമാക്കണ്ട. നീ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരുന്നെങ്കിലേ ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഹണിമൂൺ ആഘോഷിക്കുമായിരുന്നു. അതെ, മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ കെട്ടി സന്തോഷത്തോടെ പോകുന്നതാണ് ഹണിമൂൺ. ഞാനും കൂടെ പോയിരുന്നെങ്കിലേ അതിന് ശനിമൂന്ന് വിളിക്കേണ്ടി വന്നേനെ. നീ ഒന്ന് പോയി തരൂ, എനിക്ക് കിടന്ന് ഉറങ്ങണം. എന്തിനാ എപ്പോഴും നീ എന്നെങ്ങനെ ഒഴിവാക്കുന്നത്? 2 ദിവസേ ബാംഗ്ലൂരിൽ നിന്നുള്ളെങ്കിലും നിന്നെ പിരിഞ്ഞ ഓരോ നിമിഷവും എനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു. അതറിയോ നിനക്ക്? ഒരു കാലത്ത് ഈ പ്രണയം എന്ന വികാരത്തോടെ എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷെ നിന്നെ കണ്ട ശേഷം, നീയുമായിട്ട് അടുത്ത ശേഷം, ഇന്ന് അതിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്ക. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്കണം പ്ലീസ്. അതും വിശ്വാസമായില്ലെങ്കിൽ നീ പറ. നീ പറയുന്നത് പോലെ ഞാൻ പെരുമാറാം. പറയേ, നിന്റെ ഇഷ്ടം കിട്ടാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. നീ പറഞ്ഞാ മതി. സോറി, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാനൊന്നും ഈ ജന്മം നിന്നെ കൊണ്ടാവില്ല. അതങ്ങ് മറന്നേക്ക്. ഒരിക്കലും അല്ല. ഞാൻ ആ പഴയ നന്ദനല്ല. ഒന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് മാറിയില്ലേ? ഇനി നീ പറയുന്ന രീതിക്ക് മാറാൻ ഈ നന്ദന തയ്യാറാ. ഇതതുപോലൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആവശ്യപ്പെടുന്ന പോലെ പെരുമാറാൻ നിന്നെ കൂടെ പറ്റില്ല. നീ പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. അരവിന്ദ് പ്ലീസ്. ആദ്യം നീ ഞാനെങ്ങനെ മാറണമെന്ന് പറ. പിന്നെ അല്ലാതെ നടക്കുവോ നടക്കില്ലെന്ന് തീരുമാനിക്കാൻ പറ്റൂ. എന്നാ കേട്ടോ, ഞാൻ മദ്യപിക്കുമ്പോഴേ നീ എനിക്ക് കമ്പനി തരണം. മനസ്സിലായോ? നീ എൻ്റെ കൂടെ ഇരുന്ന് കുടിക്കണമെന്ന്. പറ്റുമോ നിനക്ക്?